മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. മകരസംക്രമ പൂജ അവസാനിച്ചു. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട്. മകരജ്യോതി കാണാൻ 4 ലക്ഷത്തോളം പേരെത്തുമെന്ന പ്രതീക്ഷ. പുല്ലുമേട്ടിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുമഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സന്നിധാനം ഭക്തിയുടെ പരകോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി അല്പസമയം കൂടിയാണ്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ മകരവിളക്ക് അങ്ങ് പൊന്നമ്പലമേട്ടിൽ തെളിയുന്നതിലേക്ക് വേണ്ടി അതിന്റെ മുഴുവൻ സജ്ജീകരണങ്ങളും ശബരിമല സന്നിധാനത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളോട് നേരത്തെ സംസാരിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചതായും 4 ലക്ഷത്തിൽ പരം അയ്യപ്പ ഭക്തർ ഇത്തവണ മകരവിളക്ക് ദർശിക്കുന്നതിലേക്ക് വേണ്ടി ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലും അവർ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിവേഗമാണ് ആ 18-ാം പടി ചവിട്ടി ഓരോ അയ്യപ്പ ഭക്തന്മാരെയും പോലീസ് അയ്യപ്പന്മാർ സന്നിധിയിലേക്ക് കടത്തിവിടുന്നത്. ഏകദേശം 1 മണിയോടുകൂടി തന്നെ സന്നിധാനത്ത് പൊന്നമ്പലം നട അടയ്ക്കുന്നുണ്ടാകും ഉച്ചപൂജയ്ക്ക് ശേഷം. അതിനുശേഷം പിന്നെ വൈകുന്നേരം 4 മണിക്കായിരിക്കും 3 മണിക്കായിരിക്കും ആ ദർശനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിവേഗം അയ്യപ്പ ഭക്തരെ അകത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിവേഗമാണ് 18-ാം പടി കടത്തി ഓരോ അയ്യപ്പ ഭക്തന്മാരെയും കടത്തിവിടുന്നത്. അതായത് 1 മിനിറ്റിൽ ശരാശരി 80 മുതൽ 85ഓളം വരുന്ന അയ്യപ്പ ഭക്തരെയാണ് ഇത്തവണ 18 പടി കടത്തി വരുന്നത്. അവിടെ നിന്നും അവർ വീണ്ടും ഫ്ലൈ ഓവറിലൂടെ കാത്ത് വീണ്ടും അവിടെ നിന്നും പൊന്നമ്പലത്തിന് അരികിലേക്ക് എത്തുന്നു. ഭഗവാനെ തൊഴുതു മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തവണ ശബരിമല സന്നിധാനത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മകരവിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ അലങ്കാരമാണ്. അത് ഏറ്റവും പവിത്രമായ രീതിയിൽ കുരുത്തോല കൊണ്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ചില ബിംബങ്ങൾ പോലും കുരുത്തോല കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തത്വമസി പൊരുളായ അയ്യപ്പസ്വാമിയാണ് കൊടിമര ചുവട്ടിൽ ഈ കുരുത്തോല കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായും പുണ്യം പൂങ്കാവനമാണ് എന്ന സന്ദേശം പകർന്നു നൽകുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തവണ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അയ്യപ്പ ഭക്തർ തീരുമാനമെടുത്തത് പൂർണ്ണമായും അത്തരത്തിലൊരു ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ സൗന്ദര്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ മകരവിളക്കിന് വേണ്ടി സന്നിധാനം ഒരുങ്ങി നിൽക്കുന്നത്. എന്റെ പിന്നിൽ ഇപ്പോൾ കാണുന്നത് പുലിവാഹനനായിട്ടുള്ള അയ്യപ്പസ്വാമിയാണ് നമ്മൾ കുരുത്തോലയിൽ പണിത് വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് അത്രമാത്രം ഭക്തിയുടെ പരകോടിയിൽ എത്തി നിൽക്കുന്ന നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. എത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6:30 സന്ധ്യാദീപാരാധനയ്ക്കാണ് ഭഗവാന് ചാർത്തി. ആ സന്ധ്യാദീപാരാധനയോടുകൂടിയാണ് മകരവിളക്കിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടങ്ങളിൽ പോകുന്നത്. ഇന്ന് രാവിലെ 8:45 മകരസംക്രാന്തി പൂജ സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയുടെ ഏറ്റവും പവിത്രമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.